ഇതെന്താ റേറ്റ്? ഓഫറിന് കൊടുക്കുന്നതാണ്. ഒരു സെറ്റ് 250. 250. 3 എടുക്കുമ്പോൾ 490. ലാഭമുള്ള പരിപാടിയല്ലേ? ലാഭമാണല്ലോ. അല്ലെങ്കിൽ ആൾക്കാർ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളില്ലേ നാസിയ സിൽക്സ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാം കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ എല്ലാവരും പറയാം അവിടെ വിലക്കുറവുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ പോകാൻ വേണ്ടി. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് മഞ്ചേരി നാസിയ സിൽക്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കല്ലേ, എന്തായാലും ഒരു 4-5 കൂട്ടി ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ കൂട്ടുകാർ നമ്മൾ മഞ്ചേരി ബസ്സിന് പോയിന് കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ എടുത്ത് പോയതാണത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കടയിലെത്തിട്ടോ. കേട്ടോളി, നിങ്ങൾ അവിടുത്തെ വിലക്കുറവ് കണ്ടോളി മക്കളെ. അപ്പോൾ കൂട്ടുകാർ ഇതിൻ്റെ മുന്നിലുണ്ട് എത്തിയിട്ടേ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്ന കേട്ടോ. ഓരോന്നിങ്ങനെ നോക്കി നോക്കുന്നു. ഇനി എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ വിലയൊക്കെ ഒന്നുണ്ട് എഴുതി ഇടുന്നുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ. ഡിസ്പ്ലേ വെച്ച് ആ കറുപ്പ് ടോപ്പിന് എത്ര? 40,000 ഓഫറിൽ കൊടുത്തോന്ന് കാണിച്ചാണ് ഇന്ന് ജസ്റ്റ്. ഇതെന്താ 2 പീസോ? ഇതിനെത്ര? ഇതൊന്നും എടുത്തോ, കുറിച്ചിടോ. ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. യെസ്, ഇതിൻ്റെ ഷാള് വരുന്നല്ലേ. ഇതിനെത്ര? 690 അല്ലേ? ഓഫറല്ലേ? പാകിസ്ഥാനി ഹെൽപ്പറിന് പോരാ. സെറ്റാണ് മക്കളെ, വേണ്ടല്ലോ വന്നോളെ. ഇതെന്താ റേറ്റ്? ഓഫറിന് കൊടുക്കുന്നതാണ്. ഒരു സെറ്റ് 250. 250. 3 എടുക്കുമ്പോൾ 490. ലാഭമുള്ള പരിപാടിയല്ലേ? ലാഭമാണല്ലോ. അല്ലെങ്കിൽ ആൾക്കാർ നിർത്തി നിങ്ങൾ. ഒരു സെറ്റിന് 290. ഒരു സെറ്റ് എടുക്കുമ്പോൾ 290. ടോപ്പ്, അതിലേക്കുള്ള പാൻറ്, ഷോള്, ഇങ്ങനെ 250. അത് നിങ്ങൾ 3 സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 490. 3 എടുക്കണമെങ്കിൽ 490. അടിപൊളി മക്കളെ. എളുപ്പം വന്നോളി നാസിയ സിൽക്സിൽ. അടിപൊളി കച്ചവടം. ഇതെന്താ സ്റ്റോക്ക് ക്ലിയറൻസ്? ഓ ശരി ശരി ശരി. ഞാൻ ചോദിച്ചു ഓരോട് സ്റ്റോക്ക് ക്ലിയറൻസ് ആണെന്ന് ചോദിച്ചിട്ട്. അതുപോലെ അതൊന്നല്ല, ഇവിടെ നാസിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫർ കൊടുക്കുന്നതാണ് അത്ര. അപ്പം ഇനി ഡ്രസ്സ് എടുക്കാണ്ടെങ്കിൽ എല്ലാവരും നാസിക്കാണ് പോയിക്കൊള്ളു. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ മക്കളെ. ഇനിയിപ്പോൾ ഈ എല്ലാവർക്കും കൂടി എടുക്കാൻ പൈസ അല്ല. അപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. കുറഞ്ഞ വിലയിൽ നമുക്ക് പുതിയ നല്ല ഡ്രസ്സ് ഇടാം. എല്ലാവരും മഞ്ചേരി നാസിക്ക് വിട്ടോളൂ കേട്ടോ. നല്ല കിഡു ഐറ്റംസ് ഉണ്ട് അവിടെ. ഈ കടൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്കും ചെല്ലാം, പണക്കാർക്കും ചെല്ലാം. മറ്റേ ഉണ്ടല്ലോ നമ്മൾ ചില കടയിൽ കയറിയ 1500 താഴെ മേലക്കല്ലാതെ ചുരിദാറുകളൊന്നും കാണിച്ചില്ല. ഒക്കെ നല്ല ഹൈ ലെവലാക്കാറ് ചുരിദാർ. ഇവിടെ ഇപ്പം എന്താ പറയുക, രണ്ടും ഉണ്ട്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. വേണ്ടവർക്ക് വേണ്ട വിധത്തിൽ എടുത്തിട്ടും പോരാ. കൈ ഷോൾ തന്നെ വരുന്നത് അല്ലേ? എത്ര ഇതിന് പറഞ്ഞ ഒന്നുകൂടി പറഞ്ഞാൽ? റേറ്റ് 590 മക്കളെ. വാണ്ടോല് വന്നു എന്നാലും കലക്കി അടിപൊളി. ഞങ്ങൾ പെരിന്തൽമണ്ണ കേട്ടിട്ടാണ് മഞ്ചേരി വന്നിരിക്കണേ കേട്ടോ. നാസിയ സിൽക്സിനെ കേട്ടിട്ട് ഓടി വന്നതാണ്. പിന്നെന്താ അറിയോ ഒരു പ്രത്യേകത, മെലിഞ്ഞോൽക്ക് മാത്രമല്ല അവിടെ നല്ല തടിയുള്ള ആൾക്കാർക്കുള്ള പറ്റിയതുകൊണ്ട് മക്കളെ.
മറ്റേ എന്താ പറയുക, ചില കടയിൽ പോയാലേ ഓഫറിൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലേ നമ്മൾ തടിയില്ലോല് വെറുതെ ഓഫറൊന്നും ഇല്ലാത്തതിൻ്റെ അടുത്ത് പോരണ്ടേ. ഇവിടെ അങ്ങനെയല്ല മക്കളെ, ഇവിടെ എല്ലാവർക്കും പറ്റിയതുണ്ട്. മെലിഞ്ഞ ആൾക്കാർക്ക് പറ്റിയതും തടിച്ച ആൾക്കാർക്ക് പറ്റിയതും നീളമുള്ള ആൾക്കാർക്ക് പറ്റിയ ടോപ്പൊക്കെ ഉണ്ട്. അതും വെറും കുറഞ്ഞ വില തന്നെ ഉള്ളൂ, ഓൽക്ക് വില കൂടുതലൊന്നുമില്ല. 4XL ഡബിൾ XL ഒക്കെ ഉണ്ട്, മീഡിയം ലാർജ് എന്ന് പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ടോപ്പ് ആൻഡ് ഷാൾ അല്ലേ? അടിപൊളി സാധനല്ലേ. ആദ്യം തന്നെ ഇങ്ങോട്ട് വരാനും നമുക്ക് കാണിച്ചെന്നല്ലേ. കട ഉണ്ട് നമ്മളെപ്പോഴും ഇതേ പോണ തന്നെയല്ലേ. ഇത് അടിപൊളി കേട്ടോ സംഭവം. എന്ത് ഇതിനെത്ര പറഞ്ഞേ? 990. ഷോ പൊളിച്ച്. പിന്നെയല്ലേ കൂട്ടുകാരെ നിങ്ങൾ എഴുതുണ്ടാവും ഇവിടെ ഓഫർ ഉണ്ടായിരുന്നുണ്ട് വെറും 590 490 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച്. പക്ഷേ ഇവിടെ മക്കളെ വന്ന് കുറഞ്ഞെടുത്ത് 100 റുപ്യ ടോപ്പ്, 250 റുപ്യ ടോപ്പ്, 300 റുപ്യ, 350, പല റേഞ്ചിലും ടോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ എടുത്ത ആ ഭാഗത്തില്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഫുള്ളും ചെയ്യാൻ ഞാൻ നേരത്തെ പോയിട്ടുമില്ല വീഡിയോ ചെയ്യാനായിട്ട്. ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് എഴുതിക്കാണ്ട് പോയത്. അയാൾ കാണിച്ചെന്ന ഈ ഓഫറിൻ്റെ പെരുമായ. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയതാട്ടോ. ജോർജറ്റിൽ വരുന്ന പാർട്ടി വെയർ അടിപൊളി കളർ കേട്ടിട്ടുണ്ടെങ്കിൽ ലെങ്കു. ഇതെന്താ റേറ്റ് വരുന്നേ? 990. പീക്കോക്ക് സൂപ്പർ. ഷാളൊന്ന് നിർത്തിയിട്ട ഒന്നിട്ട ആ ഭാഗം വെച്ചിട്ട്. പൊളി പാർട്ടി വെയറിൻ്റെ ഷാള് സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻറ്റും തന്നെ കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ. കുറഞ്ഞത് കാണിച്ചു. ഈ ബ്ലാക്ക് എന്താ റേറ്റ് വരുന്നേ? സൈഡ് ഓപ്പൺ ഇല്ലാത്തല്ലേ? 990. പ്യുർ കോട്ടൺ അടിപൊളി, നല്ല കളറ്. ഷാളൊക്കെ ചുറ്റിടാൻ പറ്റും, നല്ല വലുപ്പത്തിലുള്ള ഷാള്. നല്ല ഷാളാണ്. 1390. ആ ഇപ്പോൾ ഓഫറിൽ 990. പാൻറ്റും ഷാളും ടോപ്പും ഭംഗി. ആ കളറ് ഇതെന്താ റേറ്റ് വരുന്നേ? 100 രൂപ. ഈ കളറല്ല, കളറ് ഞാൻ ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഞാൻ വീഡിയോ എടുക്കും ചെയ്യാം. നിർത്തി നോക്കട്ടെ, നല്ല വലിപ്പമുണ്ട് അല്ലേ? ഓക്കെ. ഇതിൻ്റെ കളർ ചേഞ്ച് ഇല്ലേ വേറെ? മൊത്തം അടിപൊളി ഓഫറാട്ടോ. 3 എണ്ണം 300. ഓക്കെ കറക്റ്റ്. ഇതാണ് ഞാൻ കുറേ ആയി അന്വേഷിച്ച് നടക്കും. ഈ പാൻറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നാസിയ സിൽക്സിൽ വന്നിട്ട് ഞാൻ അന്വേഷിച്ച പാൻറ്റ് കിട്ടി കറക്റ്റ്. അപ്പോൾ മക്കളെ ഈ പാൻറ്റില്ലേ ജഗിന് അടിപൊളി തുണിയാട്ടോ. ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇത് 6 എണ്ണത്തിന് 100 രൂപ. 6 എണ്ണത്തിന് 600 രൂപ. ഓക്കെ. 130, 3 എണ്ണം 300 ഓഫറിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതുണ്ടാവോ ഇവിടെ വെറും ചുരിദാറുകൾ മാത്രമാണോ? അല്ല കേട്ടോ, 10 രൂപ മുതൽ ടീഷർട്ട് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും ഉള്ള സാധനങ്ങളുണ്ട്. ആണുങ്ങൾക്കുണ്ട്, പെണ്ണുങ്ങൾക്കുണ്ട്, വലിയ കുട്ടികൾക്കുണ്ട്, ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ എടുത്ത ഭാഗത്തത്തെ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് 4 മണിക്ക് പോകുന്നത്. പിന്നെ കടയിലെത്തി ഇതെല്ലാം സെറ്റാക്കിയിട്ട് എൻ്റെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം പെരുന്നാളൊക്കെ വരികയല്ലേ. പിന്നെ ഇപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുമല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ
സ്കൂൾ തുറക്കുന്ന സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ നമ്മളടുത്ത് പൈസ ഉണ്ടാവില്ല. എല്ലാവർക്കും പെരുന്നാൾ എന്നാൽ പെരുന്നാൾ കൊടുക്കും വേണം, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. പെരുന്നാൾ പറഞ്ഞാൽ ആകെ 2 പെരുന്നാളില്ലേ. അപ്പോൾ എടുക്കാതിരിക്കാനും എന്തോ ഒരു ഇതല്ലേക്കാരം. അപ്പം ഇങ്ങനെയൊക്കെ നല്ല വിലക്കുറവിലിടയിൽ ഒരു കട ഉണ്ടെങ്കിൽ എന്നാൽ എല്ലാവർക്കും പുതിയ ഡ്രസ്സും ആവും. അങ്ങനെയൊക്കെ കരുതുന്ന കുറേ ഫാമിലികളുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ കടയൊന്ന് പരിചയപ്പെടുത്തി തന്നേന് കേട്ടോ. മഞ്ചേരി നാസി അടിപൊളിയ മക്കളെ, എല്ലാ കളക്ഷനും ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ടിട്ടോ, ഈ ചെറിയ കുട്ടികളുടെ ഉടുപ്പൊക്കെ അല്ലേ, ഒന്നിന് 100 രൂപ, നല്ല ഫാൻസി ടൈപ്പ് ഉടുപ്പ്. അത് അങ്ങനത്തെ ഉടുപ്പ് ഞാൻ കഴിഞ്ഞത് അറ്റ്ലസ് നിന്ന് പെരിന്തൽമണ്ണെന്ന് എടുത്തത് 390 രൂപ കേട്ടോ. അതാണ് ഇവിടെ 100 രൂപക്ക്. പക്ഷെ ഞാൻ കുട്ടിക്ക് എടുത്തൊന്നുമില്ല, കുട്ടികൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിനുണ്ട്. അപ്പം എനിക്ക് സ്കൂൾ തുറക്കുകയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷത്തെ എന്തായാലും അങ്ങ് ഇതായിപ്പോയി, കരിമ്പമുത്തും അങ്ങനെ ഇതൊക്കെ ആവും. കാരണം ഒരു വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഇടുന്നതല്ലേ. അപ്പം ഞാൻ ഈ വർഷത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി അങ്ങനെ പോയത്. അതുകൊണ്ട് എന്തേ ഞങ്ങൾക്കും കൂടി അറിയാനായില്ല അടുത്ത വിലക്കുറവും കാര്യങ്ങളും. അടിപൊളി സെറ്റ് എല്ലാ കാര്യങ്ങളും. പിന്നെ സ്റ്റാഫാണെങ്കിൽ അതിലേറെ സൂപ്പർ സ്റ്റാഫ് കേട്ടോ. ചിലയിടത്ത് ചെന്ന സ്റ്റാഫിനൊന്നും കാണിക്കാൻ തന്നെ ഒരു മടിയൊക്കെ, കാരണം ഓൾക്ക് മടക്കിയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ത്യക്ക് സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിന് സംതൃപ്തി ആയതുകൊണ്ട് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ അതിട്ട് നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ എടുക്കുള്ളൂ. ഞാൻ ചിലപ്പോൾ ഒരു 10-15 കൊണ്ട് ട്രയൽ റൂമിൽ പോവും. കാരണം അവിടെ പോയിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഒരു കടയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ആ കടയിൽ നിന്ന് എടുക്കൂല, എനിക്കിഷ്ടമായെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വില കൊണ്ട് ഒത്തു സാധനം തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കിട്ടിയിട്ടോ. പെട്ടെന്ന് കേടരുന്ന തുണിയൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ 500 റുപ്യേൻ്റെ മേലെ പോയിട്ടുമില്ല ഓരോ ടോപ്പിന് കേട്ടോ. നല്ല അടിപൊളി സെറ്റാണ് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ ഭാഗത്തുള്ളവർ പോകാൻ പറ്റുന്നവരൊക്കെ അവിടെ ഒരു 50 റുപ്യ കളഞ്ഞാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 50 റുപ്യകളാവും. പക്ഷെ നല്ല ഐറ്റം സാധനങ്ങൾ കിട്ടും. എല്ലാ സാധനവും ഉണ്ട്. സ്കൂളിലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒന്നും ഞാൻ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ വെറും ചുരിദാറിൻ്റെ സെക്ഷനും എനിക്ക് പാൻ്റ് എടുത്ത ആ ഭാഗം മാത്രമേ ഞാൻ നോക്കി പോന്നിട്ടുള്ളൂ. ഇനി ഒരു വട്ടം പോകണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഒരു ദിവസം പോയിട്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമല്ലോ പെരുന്നാൾക്ക്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഒന്ന് ഞാൻ അവിടെ പോയിട്ട് ഒന്നുകൂടി ചെയ്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട്. ചെറിയ കുട്ടികളതും ആൺകുട്ടികളതും പെൺകുട്ടികളതും ഒക്കെ അല്ലേ കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. രാത്രിയായി, ഒരു 5:45 ആയിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേന് നേരം വെക്കൂലേ എഴുതിയിട്ട് ഞങ്ങൾ എളുപ്പം അങ്ങനെ പോകുന്നു. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡ്രസ്സെല്ലാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് പെരുന്നാൾക്ക് എടുക്കാൻ എല്ലാവർക്കും അങ്ങനെ നാസിക്ക് പോയാൽ മതി. നല്ല വിലക്കുറവുണ്ട്, നല്ല വിലക്കുറവുണ്ട്. പിന്നെ എന്താ പറയുക, അവനാൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സാധനങ്ങൾ കിട്ടും. ഇഷ്ടമുള്ള മോഡലും ഉണ്ട്. പിന്നെ അവനാരെ നമുക്ക് ഇന്ന വിലയിൽ ഉൾക്കൊള്ളണം എന്ന് കരുതിക്കാണ്ട് നമ്മൾ പോകില്ല, ആ ഒരു വിലയിലല്ലേ കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാം, ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് സ്കൂൾക്ക് പോകുമ്പോഴത്തിന് വേണ്ടിയിട്ട് ചുരിദാറുകൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒക്കെ നാളെ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ. അതൊക്കെ പാടെ ആകുമ്പോഴത്തിന് കുറേ ആവും. അപ്പോൾ പിന്നെ അധികം ആരും അങ്ങനെ കാണൂലല്ലോ, അത്ര തോന സമയം എടുത്ത് കഴിഞ്ഞാൽ എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇടാതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ആദ്യത്തെ വീഡിയോ എന്തായാലും കാണണം. ഞാനെടുത്ത ചുരിദാറും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.